ചാറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ പോറ്റാൻ ഭർത്താവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടില്ലേ? ചാറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് റോസാപ്പൂ വന്നിട്ടുണ്ടാവും. ഇവളാകെ വിജൃംഭിതയാകുകയാണ്. എന്നോട് എന്തൊരു ഇഷ്ടമാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും അവൾക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു മൂടില്ല, എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ പിന്നെ മണിക്കൂറുകളിൽ തലവേദന മാറിയോ ഗുളികടിച്ചോ ഡോക്ടറെ കാണിച്ചോ എന്നും ചോദിച്ചിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ കെട്ടിയുണ്ട് ഇവിടെ അടുത്ത്, അയാൾക്ക് ഈ തലവേദന എന്ന് പറഞ്ഞപ്പോ ഈ ഒരു ഗുളികടിച്ചാളാന്ന് പറഞ്ഞിരിക്കുകയാണ്. നേരെ മറിച്ച് എന്റെ മറ്റേൾക്ക് എന്തോരു ഇഷ്ടമാണ്, എന്നെ എന്തൊരു കെയറിംഗ് ആണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടി, തെറ്റിദ്ധരിക്കരുത്. നിന്റെ മനസ്സല്ല അവൻ ആവശ്യം, ശരീരം മാത്രമാണ്. ആ ഒരു ഉസ്താദ് പറഞ്ഞ എത്ര കറക്റ്റ് ആണല്ലേ. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനിടക്ക് ഒരു പക്ഷെ നീ ആഗ്രഹിച്ച സ്നേഹം നിന്റെ ഭർത്താവിൽ നിന്നും നിനക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് കരുതി നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമില്ല എന്ന് ഒരിക്കലും നീ കരുതരുത്. നിന്നേറ്റ് ചാറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ഉദ്ദേശം വേറെ പലതും ആയിരിക്കും. ഒരു പക്ഷെ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നിനക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും നല്ല അഭിനയം നടക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? അത് സിനിമ ഫീൽഡോ അല്ലെങ്കിൽ ആൽബം ഫീൽഡ് പോലത്തെ ഫീൽഡുകളൊന്നല്ല. ഏറ്റവും നല്ല അഭിനയം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ഒരു പക്ഷെ അവരെ അഭിനയത്തിന് അവർക്ക് ഓസ്കാർ വരെ കൊടുക്കേണ്ടി വരും. അത് അവരുടെ കാര്യം നേടിയെടുക്കുന്നത് വരെ ആ അഭിനയം അവർ തുടരും. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും.